ഇത് കാണട്ടെ. വാദിച്ച വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതിന് അപ്പോളജി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോളജിയിൽ ഒതുങ്ങുന്ന ഒരു കാര്യമില്ല. സോറി പറഞ്ഞ ഒതുങ്ങുന്ന എന്റെ ക്യാരക്ടറിനെ മോറലി ഡൗൺ ആയിട്ട് കാണിക്കാൻ വേണ്ടി യു സ്റ്റാമ്പ് ഓൺ മൈ ക്യാരക്ടർ. മനസ്സിലായി? ആ ക്യാരക്ടർ ഞാൻ അത് വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. യു ആർ എ ജഡ്ജ്മെന്റൽ പേഴ്സൺ. യു ഹേറ്റ് മെൻ. മിസാൻഡ്രിസ്റ്റ് ആണ് നിങ്ങൾ. ഈ കാര്യം ഞാൻ അവിടെ തെളിയിക്കും. അതിനുശേഷം നമുക്ക് അപ്പോളജിനെ പറ്റി സംസാരിക്കാം. മാത്രമല്ല വേറെ ഐ ഡോണ്ട് നീഡ് യുവർ അപ്പോളജി. എനിക്ക് നിങ്ങളുടെ അപ്പോളജി ആവശ്യമില്ല. ഐ ഡോണ്ട് ആക്സെപ്റ്റ് ഇറ്റ്. കാരണം എന്താ വെച്ചാൽ ഇതേവരെ 42 years ഓഫ് മൈ ലൈഫ് എല്ലാ വുമൺ ഹൂ സറൗണ്ട് മീ ഇസ് സേഫ്. ആൻഡ് ഞാൻ ചെയ്യുന്ന എൻ്റെ കരിയറിൽ ഒരുപാട് ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആളാണ് ഞാൻ. അതേപോലത്തെ ഒരാൾ ഇങ്ങനത്തെ ഒരു പെർഫെക്റ്റ് ജഡ്ജ്മെന്റിൽ വീഴില്ല. ഇഫ് യു തിങ്ക് യു കൻ മെന്റലി ബ്രേക്ക് മീ യു കൻ നോട്ട്. എന്താ കേട്ടത്? അയാളത് പറയുന്നത് അത്രത്തോളം സ്ട്രോങ് ആയിട്ട് അയാൾ ഇമോഷണലി ഭയങ്കരമായിട്ട് അയാളെ വീക്ക് ആക്കാൻ ആ പെൺകുട്ടി നോക്കി. ആ കൊച്ചു കാണിച്ചത് മസ്താനിയല്ല, ഈ പെൺകുട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരു കേസ് പറയട്ടെ, നിങ്ങൾ ഈ വിഷയം കണ്ടവരാണെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടാണ് ഈ ഒരു പരാതി കൊടുത്തതെന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ അറസ്റ്റിലാവും. പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞോ? അവള് കാണാത്തൊരു വിഷയത്തിൽ ഇപ്പം അയാൾ വീഴാൻ എന്തോ പോയി, വീണാൻ പോണ മട്ടാനിയെ കേണി പിണിച്ചു. വീഴാൻ പോകുമ്പോ എവിടെ ഇന്ന സ്ഥലം നോക്കി പിടിക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ, കിട്ടുന്നിടത്തല്ലേ പിടിക്കാൻ പറ്റൂ. അവിടെ പിടിച്ചു. അവളെ അയാൾ അറിയാതെ വീഴാതെ ഇങ്ങനെ പിടിച്ചടാ. ആ പിടിച്ച സമയത്ത് അവൾക്ക് കുഴപ്പമില്ലായിരുന്നു. അവൾക്ക് 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ആ പിടിച്ചതിന് എന്തോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നെന്ന് പറഞ്ഞു. അത് ഏതോ ഒരുത്തോട് പറഞ്ഞു. അവളാണെങ്കിൽ ഏരിയ പറയാന്നറിയാതെ നേരെ അവിടെ പോയിട്ട്, അതായത് വേടന്റെ 2021 ഉള്ളത് 2025 പൊങ്ങി അങ്ങനെ പറഞ്ഞു. നിങ്ങൾക്ക് ഈ വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം പറയണം. നിങ്ങൾ അന്നേരം ചിരിച്ചിട്ട് നിങ്ങൾ പിന്നീട് പോയിട്ട് എന്ത് സംഭവിച്ചു? ഞാൻ ഇതിപ്പോ കാണല്ലേ, ബിഗ് ബോസ് കാണല്ല, എന്താണ് നടക്കുന്നത്? സംഭവിക്കാൻ എന്താണ്, അതൊരു ഫേക്ക് ആണെന്നുള്ളത് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. അതായത് പിന്നെ അതിനകത്ത് മേ ബി കാണുന്നുണ്ട്. ആ വീഡിയോ ഓപ്പൺ ആക്കി ഇതിലുണ്ടോ? വാദിച്ച വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ഈ മുകളിൽ കാണുന്ന വീഡിയോ അപ്പോളജി പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോളജിയിൽ ഒതുങ്ങുന്ന ഒരു കാര്യമില്ല. സോറി പറഞ്ഞ ഒതുങ്ങുന്ന ഈ ബോർഡിന് കാല് തട്ടിയിട്ട് എന്റെ ക്യാരക്ടറിനെ മോറലി ഡൗൺ ആയിട്ട് കാണിക്കാൻ വേണ്ടി യു സ്റ്റാമ്പ് ഓൺ മൈ ക്യാരക്ടർ. മനസ്സിലായി? ആ ക്യാരക്ടറിന് എന്നിട്ട് ഓള് ഫേക്ക് അക്യൂസേഷൻ നടത്തി. അവള് പറഞ്ഞു അവളെ മനഃപൂർവ്വം അവൾക്കത് ഫീൽ ചെയ്തത് ഭയങ്കര ബാഡ് ആയിട്ടാണ് തോന്നുന്നു. ഒരാള് താഴോട്ട് വീഴുമ്പോ ഇന്ന സ്ഥലം നോക്കി പിടിക്കാൻ പറ്റത്തില്ലല്ലേ, എവിടെയെങ്കിലും ഒന്ന് പിടിക്കുക, അതല്ലേ മോനെ. ഇത് പുറത്തായിരുന്നെങ്കിലും അളിയാ, പിന്നെ ആണുങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമായത്. അതെ, ഇത് ഇവന്മാർ ഞാൻ ഏതെങ്കിലും ഒരു പരിപാടിക്ക് പോയി ഒരു പെണ്ണിന് കൈവല ഞാൻ കൊടുക്കൂലല്ലോ. എനിക്ക് പേടിയല്ലേ ഇവന്മാർ നാളെ പോയി എന്തെല്ലാം പറയാന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് തെളിഞ്ഞു വരാൻ 2-3 വർഷം എടുക്കും. പിന്നെ അതുവരെ നമ്മൾ മൂഞ്ചു കുറ്റക്കാരാ. ഷൈൻ ടോമിന്റെ കേസ് തന്നെ 10 വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ ആ കേസ് മാറി. 10 വർഷം അയാൾ ആ കേസിനകത്തെ കുറ്റം ആരോപിക്കപ്പെട്ട ആളാണ്. ഇങ്ങനെ അനുഭവിച്ചുള്ളി കിടക്കുന്ന എത്ര പേരുണ്ട്, എനിക്ക് പേഴ്സണലി അറിയാം. എത്രയോ ഈ കാര്യത്തിൽ ആരും കാര്യം പറ്റേ പെണ്ണുങ്ങളെക്കാളും കൂടുതൽ ഇതാവുന്നത് ഈ എന്താ പറയാ വിക്ടിമാകുന്നത് ആണുങ്ങളാണ് ഈ കാര്യത്തിൽ. ഞാൻ കാര്യം പറയില്ല, അത്രയും ആൾക്കാർ ഈ ഇതിൽ കുടുങ്ങി പോയിട്ടുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പുരുഷന്മാർക്ക് ഒരു കൂട്ടായ്മ രാഹുൽ ഈശ്വരി നടത്തിയതിനകത്ത് എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. അങ്ങനെ ഒരു കൂട്ടായ്മ വന്നത്. കോപ്പിറൈറ്റ് വന്നാൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ടിരിക്കും. കോപ്പിറൈറ്റഡ് വീഡിയോ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞാണല്ലോ ഈ മോഡറേറ്റേഴ്സിനോട്. ഇല്ലടാ, ഇതിൽ കോപ്പിറൈറ്റ് കിട്ടൂല ചിലപ്പോൾ. ഇതിങ്ങനെ ഈ സെന്റർ ക്രോപ്പ് ആയിക്കൊണ്ട് ചിലപ്പോൾ കിട്ടൂല. എന്തെങ്കിലും ഉണ്ടാവും, അല്ലാണ്ട് അവന് ഇടൂല ഇത് എന്തെങ്കിലും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ഒറിജിനൽ വീഡിയോ ഇങ്ങനെ ആയിരിക്കുമല്ലോ, നേരെ മിറർ ചെയ്തിട്ടായിരിക്കും ഇട്ടിട്ടുണ്ടാവും. മിറർ ചെയ്തായിരിക്കും. അല്ലാണ്ട് അവനെ ഇടൂല, അല്ലാണ്ട് ഇവിടെ വെക്കാൻ സമ്മതിക്കൂല. മനസ്സിലായി? ആരെങ്കിലും ഇങ്ങനത്തെ വീഡിയോ ഇടുമ്പോൾ മോഡറേറ്റേഴ്സ് അത് നോക്കി റിമൂവ് ചെയ്യും, കോപ്പിറൈറ്റ് അടിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ. എന്തെങ്കിലും കാണാണ്ട് അവനത് അവിടെ വെക്കൂല.